മഹാനായ ഖമറുൽ ഉലമാ എപി ഉസ്താദ് അവർകൾ ഇന്ന് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉസ്താദ് എന്ന് മാത്രം പറഞ്ഞാൽ അത് കാന്തപുരം ഉസ്താദാണ്. രണ്ടാമത് ഉസ്താദ് അവിടെ ചർച്ചയില്ല. ഉസ്താദ് എന്ന് മുത്തലക്കം നിരുപാധികം ഒരാൾ പറഞ്ഞാൽ, ഒരു മലയാളി പറഞ്ഞാൽ അത് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദാണ്. ആ നിലക്ക് മുസ്ലിം ലോകത്ത് അല്ലാഹു സമ്മതം കൊടുത്ത മഹാനാണ്. കാരണം അവിടുത്തെ ജീവിതം മാറ്റിവെച്ച് മാറ്റുരച്ചത് അഹ്ലുസുന്ന വൽ ജമാഅത്തിനാണ്. ദിനേന ആ വലിയ മനുഷ്യൻ കാരണം 1,00,000-ലധികം മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന ചരിത്രമുണ്ട്. അതിൽ 35% ആളുകളും ഈ രാജ്യത്തിലെ സഹോദര മതസ്ഥരാണ്. അങ്ങനെ ഒരു പണ്ഡിതനെ പറയാനില്ല, ഒരാൾക്കും അവകാശപ്പെടാനില്ല. മഹാൻ അവരുടെ കൈകൊണ്ട് തന്നെ നിക്കാഹ് ചെയ്തു കൊടുത്തത്, അത്രയും വലിയ ത്യാഗം ചെയ്തത്, അതാ ഒരുപാട് സാധുക്കളെ ചേർത്ത് നിർത്തി പാവപ്പെട്ടവർക്ക് വിവാഹം ചെയ്തു കൊടുത്തത് 6000 നിക്കാഹുകൾ അഗതികളായ പെൺകുട്ടികളിലാണ്. അതിലും 40% സഹോദര മതസ്ഥരിൽപ്പെട്ട ഇണകളയാണ്. 14,567 വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മഹാനായ സുൽത്താനുൽ ഉലമാ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. 3 തവണ മികച്ച സ്കൂളുകൾക്കുള്ള സംസ്ഥാന അവാർഡ് ബഹുമാനപ്പെട്ട എപി ഉസ്താദ് അവர்கள் നയിക്കുന്ന സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാതൃകായോഗ്യമാണ്. ഒരാളും കൊടുത്തതല്ല, ഓശാരം തന്നതല്ല, കഠിനാധ്വാനം കൊണ്ട് നേടിയതാണ്. ഈ സമുദായത്തിന് രാജ്യത്തിൽ ഇസ്സത്തുണ്ടാക്കിയ സുൽത്താനുൽ ഉലമ എന്ന പണ്ഡിതനല്ലാതെ മറ്റാരാണ്? കടത്തിണ്ണയിൽ ഇരുന്നു കൊണ്ട് കഥ പറയുന്ന കാലം കഴിഞ്ഞു, ഇറച്ചി തിന്നുന്ന കാലം കഴിഞ്ഞു. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി മോനെ. പകൽ വെളിച്ചം പോലെ രാജ്യത്തിലെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായ എപി ഉസ്താദ് അവർകൾ മർക്കസ് നോളജ് സിറ്റി, കാരന്തൂർ മർക്കസ്, മഅദിൻ അക്കാദമി, സിറാജുൽ ഹുദാ, ജാമിയ സഅദിയ, ജാമിയത്തുൽ ഹിന്ദ് യൂണിവേഴ്സിറ്റി, എസ് ഇന്ത്യ ഫൗണ്ടേഷൻ കാശ്മീർ, ത്വയ്ബ ഫൗണ്ടേഷൻ ബംഗാൾ, ത്വയ്ബ ഫൗണ്ടേഷൻ പഞ്ചാബ്, ത്വയ്ബ ഹെറിറ്റേജ് ഡൽഹി, മർക്കസ് ഗുജറാത്ത്, മർക്കസ് ഇൻഡോർ, മർക്കസ് അന്തമാൻ, മർക്കസ് ബാംഗ്ലൂർ, മർക്കസ് മുംബൈ. രാജ്യത്തിലുടനീളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. പാവപ്പെട്ട പട്ടണിക്കാർക്ക് അന്നം കൊടുക്കുകയാണ്. മതം നോക്കിയല്ല, രാഷ്ട്രീയം നോക്കിയല്ല. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പവർ ചെറുതല്ല. ഇന്ന് എല്ലാവരും അവിടുത്തെ ഒരു വാക്കിന് കാതോർക്കുകയാണ്, ദ്വാരപ്പിക്കുകയാണ്. പല ആളുകളും ഏത് വലിയ സ്ഥാനാർത്ഥിയാണെങ്കിലും കാരന്തൂര് മുറ്റത്തേക്ക് കടന്നു വരാത്തവരുണ്ടോ? അവിടുത്തെ ഒരു ദ്വാ പ്രതീക്ഷിക്കാത്തവരുണ്ടോ? കല്ലെറിഞ്ഞവരുടെ കല്ലുകൾ പെറുക്കി വെച്ചാണ് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത്. തിരിച്ച് കല്ലെറിഞ്ഞിട്ടില്ല, ഒരാളിനെയും ആക്ഷേപിച്ചിട്ടില്ല, ഒരാളിനെയും തെറി പറഞ്ഞിട്ടില്ല. സഭ്യമായ സംസാരം, ശത്രുക്കളോട് പോലും പുഞ്ചിരിയാണ്. അതും മദീനത്ത് നിന്ന് പഠിച്ചതാണ്. ആ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മാത്രമല്ല ഫുഡ് ഓൺ വീൽസ്, അതുപോലെ സ്കൂൾ ഓൺ വീൽസ് തുടങ്ങിയ നൂതന പദ്ധതികൾ 5 സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ഗുണഭോക്താക്കളാണുള്ളത്. അല്ലാ പടച്ചവരെ, ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ആ തണല് നൽകണേ അല്ലാ. ഇന്ത്യയിലെ 8567 ഗ്രാമങ്ങളിൽ കുഴൽ കിണർ മുഖേന കുടിവെള്ളം കൊടുത്ത ഉസ്താദ് അവറുകൾ 159 ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ മർക്കസ് സംരക്ഷിച്ചു വരുന്ന 25,000 അനാഥ മക്കൾ ഉൾപ്പെടെ 3 ലക്ഷം അനാഥ മക്കളുടെ ഉപ്പയാണ്. നിങ്ങൾ കളിയാക്കിക്കൊള്ളൂ, നിങ്ങൾ പഴഞ്ചനാണെന്ന് പറഞ്ഞോളൂ. എത്ര കൂരമ്പുകളേറ്റിട്ടും ഞങ്ങളുടെ നേതാവ് ചലിച്ചിട്ടില്ല. മുന്നോട്ട് വെച്ച കാല് പുറകിലേക്ക് വലിച്ചിട്ടില്ല. അതിന്റെ വിപ്ലവമാണ് കേരള യാത്രയിൽ കണ്ടത്. അല്ലാ മന്ത്രിമാര് മത്സരിക്കുകയാണ്, MLA മാര് മത്സരിക്കുകയാണ്, MP മാര് മത്സരിക്കുകയാണ്. എന്നെ കൂടി ഒന്ന് വിളിക്കുവോ, എനിക്കൊരു 5 മിനിറ്റ് തരുവോ? ഇന്ന് കാന്തപുരം ഉസ്താദിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. പല ആളുകളും അതാ വിളിക്കാതെ ക്ഷണിക്കാതെ സദസ്സിലേക്ക് വരികയാണ്. ഒരു 5 മിനിറ്റ് തരുവോ? മഹാനായ ഉസ്താദിന്റെ ക്ഷമ കൊണ്ടും തഖ്വ കൊണ്ടും ഇൽമിനോടും സുന്നത്ത് ജമാഅത്തിനോടുള്ള ഖിദ്മത്ത് കൊണ്ട് സ്നേഹം കൊണ്ട് അല്ലാഹ് പടച്ചവൻ എവിടെ എത്തിച്ചു?
7700 പള്ളികൾ, 15000 പണ്ഡിതന്മാര് സഖാഫിമാര് വാർത്തെടുത്തില്ലേ? 60 വർഷമായി അവിടുന്ന് സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തുന്നു. 49 രാജ്യങ്ങളിലായി 4 ലക്ഷം ശിഷ്യന്മാർക്ക് അവിടുത്തെ കൈകൊണ്ട് തന്നെ സനദ് കൊടുത്ത ചരിത്രമുള്ള ഇന്ത്യയിലെ ഒരു പണ്ഡിതനെ കാണിക്കാൻ പറ്റുമോ? ഇമാം യാസീനുൽ ഫാദാനി മക്ക, ഇമാം സയ്യിദ് മുഹമ്മദ് മാലികി, ഹസൻ ഷദ്ദാദി യമൻ, ഖുത്ബുൽ ആലം, ഓക്കേ ഉസ്താദ് ശൈഖുനാ, അവിടുത്തെ നിയന്ത്രിച്ചവർ ഇവരൊക്കെയാണ്. എത്ര വലിയ മഹാന്മാരാണ്, എത്ര വലിയ ഔലിയാക്കന്മാരാണ്. ഷെയ്ഖ് ഹബീബ് ഉമർ അബ്ബാസ് മാലികി മക്ക, ഉമർ അബ്ദുള്ള കാമിൽ മക്ക, ഹബീബ് അലി ജിഫ്രി, അലി ജുമാജിബ് ഈജിപ്ത് തുടങ്ങിയ അന്താരാഷ്ട്ര സൂഫികളുമായി നിരന്തരം ബന്ധമുള്ള കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പണ്ഡിതൻ AP ഉസ്താദ് അല്ലാതെ രണ്ടാമതൊരു പണ്ഡിതനുണ്ടോ? ലോകത്തെ സ്വാധീനിച്ച 500 മുസ്ലിം പണ്ഡിതന്മാരുടെ പട്ടികയിൽ 2008 മുതൽ ഉള്ള ഒരേ ഒരു പണ്ഡിതൻ അത് AP ഉസ്താദാണ്. അത് കാന്തപുരം ഉസ്താദാണ്. മലേഷ്യയുടെ വലിയ പുരസ്കാരം ഉൾപ്പെടെ 378 അവാർഡുകൾ വാങ്ങിയ മഹാനാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന് ശേഷം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഓ മുഅ്മിനീങ്ങളെ, തീർത്ത് നമുക്ക് പറയാം, സൈനുദ്ദീൻ മഖ്ദൂമിന് ശേഷം കേരളത്തിൽ നിന്നും ലോകം അറിഞ്ഞ ഒരു പണ്ഡിതൻ അത് സുൽത്താനുൽ ഉലമാ AP ഉസ്താദ് അല്ലാതെ മറ്റാരാണ്? ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് തണൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഒരുപാട് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്.